വെൽക്കം ബാക്ക് അനദർ എപ്പിസോഡ് ഓഫ് ഹെയ്റ്റ്സ് അപർണ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലുള്ള ഹിൽ പാലസ് മ്യൂസിയത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമുക്കിനി അത് കാണാം. ബാ, ഇതാണ് മ്യൂസിയത്തിന്റെ എൻട്രൻസ്. അപ്പോൾ ഇവിടെ വരുന്നതിന് ടിക്കറ്റ് ഉണ്ട്. ചുരുണ്ടു. ഇത് ഒരാൾക്ക് 50 രൂപ കേട്ടോ. പിന്നെ ക്യാമറ ഫോട്ടോ എടുക്കുന്നതിനും വീഡിയോയ്ക്ക് ഒക്കെ എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ട്. അപ്പം അതെടുത്തിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം അതനുസരിച്ച് എടുക്കാം. വാ, ഇവിടെ ചള്ള കേട്ടോ, വീഴും. അതുവഴി പോണോ ഇതുവഴി പോണോ? ഞങ്ങൾ എന്തായാലും ബെസ്റ്റ് സമയത്താണ് വന്നേ. നല്ല മഴ. അത് തന്നെ. നമ്മൾ പക്ഷെ എവിടെ പരിപാടി ഇങ്ങനെയാണല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എങ്ങനെയാ ഇത് കയറിയേ അവര്? പക്ഷെ നല്ല രസമല്ലേ ഇത് കാണാൻ? എന്തോരം പടികളാ! ഈ രാജാക്കന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പടികളൊക്കെ ശരിക്കും കേറിയിട്ടുണ്ടോ? അവർക്ക് സുഖമല്ലേ? അവർക്ക് വണ്ടി പോകാനുള്ള സ്ഥലമുണ്ട്. വണ്ടിയോ? അന്ന് പല്ലക്കല്ലേ. നമ്മൾ ഈ ഇത് കയറി പോകുന്ന അത്ര നല്ലതാണ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. ഇല്ല, ഇവിടം കൂടെ ഉള്ളൂ, ബാക്കി കുഴപ്പമില്ല എനിക്ക് തോന്നുന്നു. എടാ, നമുക്ക് ചുറ്റി കറങ്ങി പോയാലോ? ആ, ഈ വയ്യാത്തവർക്ക് വരാൻ വേണ്ടി വണ്ടി ടാറിട്ട റോഡുണ്ട്. അപ്പൊ അവർക്ക് നേരെ മുകളിൽ ചെല്ലാം. വയ്യാത്തവർക്ക് ഇത് കാണണമെങ്കിൽ ഇത്രയും സ്റ്റെപ്പ് കയറണ്ടേ. ഇപ്പൊ ഇത്രയും സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്ക് അവരൊരു പരുവാവും. കാല് വയ്യാത്തവരൊക്കെ. പക്ഷെ ഞാൻ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഓൾമോസ്റ്റ് 2 വർഷത്തിന് മുന്നെയാണ് ഇവിടെ വന്നത്. ഇപ്പൊ തന്നെ ക്യാമറമാനെ കണ്ടല്ലോ. സൂക്ഷിച്ച് നടക്കണം കേട്ടോ. ഞാൻ 2 വർഷത്തിന് മേലെയായി ഇവിടെ വന്നിട്ട്. 2 വർഷം മുമ്പ് വന്ന. അപ്പോ അന്ന് ഇവിടെ വന്നപ്പോ ആൾക്കാര് വയ്യാത്തവരെയൊക്കെ മുകളിൽ കൊണ്ട് കയറ്റുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ബാ, റോഡ്. അപ്പം നമ്മള് ഫ്രണ്ടിൽ നിന്ന് വണ്ടിയിൽ വരുന്നവർ ഇങ്ങനെ കയറിയാണ് പോകുന്നത്. അതുപോലെ തന്നെ ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ പാർക്ക് ചെയ്യാം. ചിൽഡ്രൻ പാർക്ക് ഉണ്ട്. അപ്പൊ കുട്ടികൾക്ക് ആർക്കും ബോറടിക്കത്തില്ല. ഇങ്ങനെ കയറണോ ചുറ്റിക്കറങ്ങി കയറണോ? നേരെ കയറാം അല്ലേ? ഇതാ ഭംഗി. ബാ, അവിടെ ക്ലോക്ക് റൂം ഒക്കെ ഉണ്ട്. നമുക്ക് ചെരുപ്പൊക്കെ അവിടെ എടുത്ത് വെക്കണം. ബാ, നമുക്ക് ഈ സ്റ്റെപ്പ് എല്ലാം കയറി മുകളിൽ ചെല്ലണം. എന്നിട്ട് ടിക്കറ്റും കാണിച്ച് നമുക്ക് കയറാം. ബാ, പക്ഷെ നല്ല ഭംഗിയാട്ടോ ഇവിടെ എല്ലാം കാണാൻ വേണ്ടി. ഫുള്ള് മരങ്ങളും ചെടികളും ഒക്കെയാ. ഇഷ്ടം പോലെ നോക്കാന് ആൾക്കാരുണ്ട്. ഇഷ്ടം പോലെ നോക്കാന് ആൾക്കാരുണ്ട്. പണ്ട് നമ്മുടെ അവിടെ ഒക്കെ ഉണ്ടായിരുന്നു ഈ പൂവ്. പക്ഷെ പറിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കയറാൻ പറ്റുമോ? വാ, ഇതെനിക്കൊന്ന് മഴ നനഞ്ഞോണ്ടാന്ന് കൂമ്പി നിക്കുന്നേ. ഇത് ഭയങ്കര ഇങ്ങനെ ഓരോ ഇതായിട്ട് നിക്കുന്ന സാധനം. പക്ഷെ മഴ നനഞ്ഞ ഇത് ഇങ്ങനെ കൂമ്പി നിക്കുന്ന. അല്ലെങ്കിൽ നല്ല ഭംഗിയാ. ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് ഇവിടെ. നല്ല ഭംഗിയാ. നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് ഇങ്ങനെ മുകളിൽ വരെ കയറണ്ടേ. സ്റ്റെപ്പ് ഇറാൻ വയ്യാത്തവർക്കും കൂടി ഞാൻ തോന്നി നടക്കാനുള്ള പാത കൊടുത്തിരിക്കുന്നത്. ഇതുണ്ടല്ലോടാ, ഒരു കുന്നിന്റെ മേളിൽ തന്നെ എന്റെ കൊട്ടാരം. ശരിക്കും കുന്നിന്മേൽ കൊട്ടാരന്നോ അങ്ങനെന്തോ പറയുന്നേ? അല്ല, ഇതിന്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി കാണാൻ പറ്റും. ഇത് ആ ഒരു വിൻഡോ ഇല്ലേ, നമ്മുടെ മണിച്ചിത്രത്താഴ് ഷൂട്ട് ചെയ്ത് ഇവിടെ. അപ്പം അതില് ആ ഒരു ശ്രീദേവി ആണെന്ന് തോന്നുന്നു എന്തോ നിൽക്കുമ്പോ നമ്മുടെ ഇവിടെ പ്രദേശം കാണിക്കുന്നുണ്ട് ഇവിടെ കൊച്ചി. ഇപ്പൊ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ പ്രോപ്പർ എറണാകുളം കാണാൻ പറ്റും എന്നാ പറയുന്നത്. നമുക്ക് നോക്കാൻ കയറിയിട്ട് കാണാൻ പറ്റും. മണിച്ചിത്രത്താഴ് കണ്ട എല്ലാവർക്കും ഇവിടെ ഫെമിലിയർ ആയിരിക്കും. പല സീനും കാണുമ്പോൾ അത് അതേപോലെ തന്നെ ഇവര് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. അതിൻ്റെ അത് കാണുന്ന പോലെയൊക്കെ തന്നെ. നല്ല മഴക്കോളുണ്ട്. വെയിലാന്ന് തോന്നുന്നു. ഇത് കൊള്ളാം.
എനിക്ക് 4 മണിച്ചെടിയോ 10 മണിച്ചെടിയോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ ഞാൻ ഇത് കണ്ടിട്ടില്ല. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒത്തിരി അതളുള്ള. ഇത്രയും സ്ഥലം ഇവര് ഹാൻഡിൽ ചെയ്യണമെങ്കിൽ എത്ര ജോലിക്കാർ കാണുവേ. എനിക്ക് തോന്നുന്നു നമുക്ക് ക്ലോക്ക് റൂമിൽ ചെരുപ്പൊക്കെ വെക്കണം. വലിയ ബാഗൊക്കെ ഉണ്ടെങ്കിൽ വെക്കാൻ തോന്നുന്നു. നമുക്ക് പോവാം. ഇത്രയും കയറി ഞാൻ മറ്റൊക്കെ ക്ഷീണിച്ചു. ഇതാണ് മ്യൂസിയത്തിന് എൻട്രൻസ്. ഈ സീനൊക്കെ കണ്ടിട്ടുണ്ടാവും. നമ്മൾ മൺചിത്രത്താഴിൽ ഇത് കാണിക്കുന്നുണ്ട്. നമ്മുടെ കതവ് തുറക്കുന്നൊരു സീനില്ലേ, അത് ഇവിടെ ഷൂട്ട് ചെയ്തേ. ആ കൊടയൊക്കെ വെക്കുന്ന ആ പ്രതിമയൊക്കെ കണ്ടോ? പക്ഷെ ഇന്ന് ഞായറാഴ്ച ഓപ്പണിംഗ് ആണ്. പക്ഷെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ക്ലോക്ക് റൂം ഇവിടെ ചെരുപ്പൊക്കെ വെക്കണം എന്നാണ് പറഞ്ഞത്. അപ്പം നമുക്കിവിടെ ചെരുപ്പൊക്കെ വെച്ചിട്ട് കയറാം. ഇതൊക്കെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു പണ്ട്. ഇത് ഇടയ്ക്ക് എന്തൊക്കെയോ ഇതിന്റെ കറ ഭയങ്കര അലർജിയാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നിന്നൊക്കെ ഇതെടുത്ത് കളയാനൊക്കെ പറഞ്ഞായിരുന്നു. ഇതിന്റെ എന്തോ ഇതിങ്ങനെ പൊട്ടിക്കുമ്പോൾ ഒരു വെള്ള കളർ കറ വരും. അങ്ങനെ ഇത് യൂസ് ചെയ്യല് എന്തോ ക്യാൻസർ വരുമെന്ന് അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നു. ക്യാൻസറോ അങ്ങനെ എന്തോ അസുഖം വരുമെന്ന് പറഞ്ഞായിരുന്നു. ഒക്കെ പോയി. പക്ഷെ നോക്കിയാൽ നല്ല ഭംഗിയല്ലേ. ഇവിടെ വയ്ക്കാന്നോ? ഒത്തിരി നാളായില്ലേ ഇവിടെ വന്നിട്ട്. സ്റ്റുഡൻസിനെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബെനിഫിറ്റ് ആയിരിക്കും. കാരണം അതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. അറിയില്ല, ഇത് ശരിക്കും ഒറിജിനൽ ആണ്. ശരിക്കും വെള്ളിയായിരിക്കും. സോയിൽ കോട്ട് ഹെഡ് ഗിയർ. ഏത് രാജാവിന്റെ ആണോ? പക്ഷെ എന്തൊരു പ്രൊഫഷണൽ. ഒരിടയ്ക്ക് വെച്ചാൽ ഓരോരുത്തരുടെ കല്യാണത്തിനൊക്കെ എടുത്തില്ലേ? പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു ചെറിയ ഏജ് ആണെന്ന് തോന്നുന്നില്ലേ? എന്തൊക്കെയും ഇല്ല ഹൈറ്റ്.
ഇത് കണ്ടാലേ അറിയാം ചൈനീസ് ഗിഫ്റ്റ് കൊടുക്കാണ്. അത് ആണോ? അല്ല എനിക്കറിയില്ല. അവിടെ എഴുതി വെച്ചു നോക്കി. ചൈനീസ് ആണ്. എത്ര കൃത്യമായിട്ട് പറഞ്ഞു. ഇത് ആ ഡിസൈൻ കാണുമ്പോൾ പെട്ടെന്ന് ക്ലിക്ക് ആവും. ഇത് ആരാ? ഈ ചായ ഒരു വായിക്ക് പോലുള്ള ചായ അതിനകത്ത് കൊള്ളൂലല്ലോ. യൂസ് ചെയ്തിട്ടുണ്ടോ അവര്? യൂസ് ചെയ്തിട്ടുണ്ടോ? കാണിക്കായിട്ടൊക്കെ കൊടുക്കുന്നതായിരിക്കും അവിടെ കാണാൻ വരുമ്പോഴേ. ഇതിന്റെ അടിയിൽ നോക്കി കാണും മെയ്ഡ് ഇൻ ചൈന. ആട്ടുമുഴുവോ? ഇതെന്താ ഒരുമാതിരി വെറൈറ്റി ആട്ടുമുഴുവോ? ഇത് പിന്നെ ഒരു രോമം കൊണ്ടാ മതി. ചൊറിഞ്ഞ് തടിച്ച മനുഷ്യന്റെ ഉപ്പട് വരും. ഇത് നോക്കിയേ. ഒട്ട് നോക്കുന്ന പിന്നെ എന്നെ മതി ചെയ്യാനോ? അട്ട കണ്ടോടാ. ഇവിടുത്തെ അട്ടയ്ക്ക് വെറൈറ്റി ചുമപ്പും കറുപ്പും കൂടാ. ഇത് നീല ഉണ്ടല്ലോ. നീലയോ? ആ ശ്രദ്ധിച്ചു നോക്കി. ഒരു നീല വര. നീലയാണോ? അതെന്ത് ബ്ലൂ പോലത്തെ ഇതെന്ത്? പക്ഷെ അത് നമ്മുടെ അവിടെ ഒന്നീ കറുപ്പ് അല്ലെങ്കിൽ ഒന്നീ ചുമപ്പ് അങ്ങനെയാണ്. ഇത് ഞാൻ കണ്ടു കഴിഞ്ഞിറങ്ങി. നമുക്ക് എല്ലായിടത്തും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം കുറെയൊക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. പിന്നെ ഇതിൽ ഓർണമെന്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നിന്ന് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കുറെയൊക്കെ ഞങ്ങൾ വീഡിയോസ് എടുക്കുന്നത്, അതൊക്കെ ആഡ് ചെയ്യാം. ഇതാണ് പുറത്തെ വ്യൂ. നല്ല ഒരു മഴ കഴിഞ്ഞു. മഴ പെയ്തോണ്ടിരിക്കുക. അവിടെ ആ കുളവും കാര്യങ്ങളൊക്കെ ഉള്ള അത് മൺചിത്രത്താഴിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കയറിയ പിന്നെ കുളമാണ്. തിങ്ങി പോവല്ലേ? രാജാവിനൊന്ന് കുളിക്കണമെങ്കിൽ ഇങ്ങോട്ട് വരണം. ഇത് രാജാക്കന്മാർ കുളിക്കുന്നതാണോ? അല്ല. അപ്പൊ പിന്നെ അതിൻ്റെ അകത്തുനിന്നില്ല ബാത്റൂം? ചുമ്മാ അതെന്താന്നറിയാവോ? ഇല്ല. അതിനകത്തിട്ട് പുഴുങ്ങും ആളുകളെ. ഇവിടെ നിനക്ക് തിന്നാൻ തരും. അല്ലയാ? ഇതാണോ അതിനെക്കാട്ട് നല്ലത്? അമ്പലമാണോ? ആ, തുളസിത്തറ. വെള്ളം അങ്ങനെ ഒഴുകി പോകുന്നതാണോ? നല്ല മഴയായി. ഇങ്ങനെ ഞങ്ങൾ പൊക്കോണ്ടിരിക്കുകയാണ്. ഇവിടെ മാനുണ്ട്. ഈ മാന എന്തിനാ വളർത്തുന്നതെന്ന് അറിയാമോ? ഇല്ല. രാജാക്കന്മാർക്ക് ഹണ്ട് ചെയ്യാൻ മടിയാണ്ട് ഇങ്ങനെ വളർത്തും. എന്നിട്ട് ഇവിടെ വന്നിട്ട് പുള്ളി അമ്പ് ചെയ്തിട്ട് ഒന്നോ രണ്ടോ അങ്ങാണ്ടേ ഉള്ളായിരുന്നു. പക്ഷെ നമ്മൾ നേരത്തെ വന്നപ്പോ അതിലും കൂടുതലുണ്ടായിരുന്നു. മഴയാണ്ട് കേറി നിൽക്കുക. ബ്ലഡി ഫൂൾ തോണ്ട്. ആ, ഒരു പുല്ല് പോലും മുളച്ചു കിട്ടില്ലല്ലോ. മാനെല്ലാം അടിച്ചു. പിന്നെ ഇനി വിശക്കുമ്പോ കഴിക്കണ്ടേ? ഇവിടെ ഗുണാക്കേവുണ്ട്. ഗുണാകേവല്ല, ഗുഹ. അങ്ങനെ ഞങ്ങൾ ഹിൽ പാലസിൽ നിന്ന് ഇറങ്ങി. അതിൽ ജസ്റ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചേ ഉള്ളൂ. ഇതിന്റെ ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞങ്ങൾ ഇടാം. അപ്പോൾ ബൈ.